എത്തിയാ എത്തി. പ്ലാൻ പറയാന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാ പോയേ? ജീവി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നേരെ മുങ്ങിയില്ല ഞങ്ങളെവിടെ ഇട്ടിട്ട്. അതായത് ജീവിയുടെ പ്ലാൻ. ചെറുതായിട്ട് വില്ലേജേഴ്സിന്റെ ഇടയിൽ നിന്ന് കോള് വന്നായിരുന്നു. പ്ലാൻ പറയുമ്പോ സൂക്ഷിച്ചും കണ്ട് പറയണ, ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതി പറയല്ലേ. അങ്ങനെ കോള് തന്നാ? ഹൈക്കമാൻഡ് വിളിച്ചു. ഹൈക്കമാൻഡ് അപ്പൊ ഇന്നത്തെ പരിപാടി അല്ലെ, ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ വന്ന് വീട് പണിഞ്ഞില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ജോലി തരുമെന്ന് ചോദിച്ചു. ജോലി വേണമെന്ന് ചോദിച്ചു. അത് നമ്മൾ അടിമപ്പണിക്ക് വേണ്ടി അവരെ കൊണ്ടുപോകണോ? അതെ, അതായത് അവര് ജോലി വേണമെന്ന് വെച്ച് നമുക്കാണെങ്കിൽ പണിയെടുത്ത് ശീലമില്ലാത്ത ആൾക്കാരാണല്ലോ നമ്മള്. കൊടുക്കാം. അപ്പൊ അവര് ആദ്യമേ പറഞ്ഞു, ഞങ്ങൾക്ക് ആദ്യമേ ഒരു വീട് കെട്ടിത്തരണം. വീട് കെട്ടിട്ട് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് എന്താ പറയാ ജനസംഖ്യ കൂട്ടാനുള്ള പരിപാടി നമുക്ക് ആദ്യമേ ചെയ്തു കൊടുക്കണം അവർക്ക്. സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും പോയി ആൾക്കാരെ കൊന്ന് ജനസംഖ്യ കുറയ്ക്കാറുള്ളൂല്ലോ. ഇതാണ് ജനസംഖ്യ കൂട്ടണോ? ഇത് കുറച്ചതിന്റെ കുഴപ്പമാണ് അവരിപ്പോ കൂട്ടാൻ പറഞ്ഞത്. അവിടെ നോക്കിയൊക്കെ കംപ്ലീറ്റ് ആൾക്കാരുടെ എണ്ണം കുറവാണെന്ന്. ശരിയാ, ഈ വീട്ടിലൊന്നും ആരും ഇല്ലല്ലേ. അതാ, അപ്പൊ ജനസംഖ്യ കൂട്ടി കൊടുക്കണം നമുക്ക്. എന്നിട്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പരിപാടി ഇല്ലേ, ഇവരെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്ന പരിപാടി, ആ പണി കൊടുക്കാൻ കൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തെ പരിപാടി. ഇവരെ നമ്മളില്ലേ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയിട്ട് അടിമപ്പണിക്ക് കൊണ്ടുപോകും അല്ലേ? അതാ, ഇവർക്ക് കൊടുക്കാനുള്ള ഫുഡ് ക്യാരറ്റ് കൊടുക്കണോ പൊട്ടാറ്റോ കൊടുക്കണോ എന്നുള്ളൊരു സംശയമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എളുപ്പത്തിലുള്ളതാ അതല്ലേ കൊടുക്കാം. ഏറ്റവും ചെറുത് തണ്ണിമത്തം കൊടുത്താൽ മതിയോ? തണ്ണിമത്തത്തെ ഇവിടെ വീടുണ്ടായിക്കണോ? ബ്രെഡ് കൊടുത്താലും മതി. പക്ഷെ അവർക്ക് കുറച്ചു നേരത്തേക്ക് നമുക്ക് ഫുഡ് കൊടുക്കണമല്ലോ. ആർക്കും ചാടി വരുന്നുണ്ടല്ലോ. മറ്റവനത് ഗോളമാണോ? ഗോളത്തിന് വിഷയിക്കണ്ട. ഗോളത്തിന് പോയെന്ന് അടിച്ചു നോക്കിയേ. ഗോളം ഒരുവിധം തീരാറായി. എത്ര പേരെ കൊന്നിട്ടേക്ക് നോക്കിയ ഗോളം. സാധനം ഉണ്ടാവുന്നല്ലേ അടുത്തോ തന്നെ. അതെ, അല്ല ഇതിനകത്ത് ആളുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അടച്ചു വെച്ചല്ലേ അന്ന് ആദ്യത്തെ ദിവസം തന്നെ. ഇതൊക്കെ അടച്ചു വെച്ചേക്കുവല്ലേ എല്ലാ സ്ഥലത്തെയും. എല്ലാം മുൻകൂട്ടി നമ്മള് കണ്ടിട്ടുണ്ട്. തുറന്നിട്ട് അല്ല ഇപ്പൊ നേരം വെളുത്തില്ലേ? നേരം വെളുത്തു. നമുക്ക് തുറന്നു കൊടുക്കാം. തുറന്നുവിട്ടേ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ പ്രശ്നമുണ്ട്. തെറപ്പിന്റെ ഐസായിട്ട് മിണ്ടാണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമാര്. അതെ, ആദ്യമേ തന്നെ ഉണ്ടല്ലോ നമുക്ക് ബെഡ് ഉണ്ടാക്കിയിട്ടില്ലേ? അല്ല ബെഡ് അല്ല, മറ്റേ വള്ളം ഉണ്ടല്ലോ, അതുണ്ടാക്കാം. ഒന്നല്ലേ ഉള്ളു, രണ്ടെണ്ണം വേണ്ടേ? നമുക്ക് രണ്ടുപേരെ കൊണ്ടുപോകണം. ഉണ്ടാക്കാം. എന്നാ ഈ എന്നെ വീട് തന്നെ അങ്ങ് പൊളിച്ചോ. വീട് വിളിച്ചിട്ടാ വഞ്ചി ഉണ്ടാക്കണേ? പിന്നല്ലാണ്ട് അവന്മാരെ വീട് വിളിച്ച അവന്മാർക്ക് തന്നെ വഞ്ചി ഉണ്ടാക്കി കൊടുക്കും നമ്മള്. വഴി അവന്മാർ ആദ്യമേ വഞ്ചി കയറ്റി വളർത്തി കയറ്റിയതാ. നോബി പിടിച്ചോ, നീ ഞാനിത് പൊളിക്കും. നിങ്ങൾ അകത്ത് കയറിയിട്ട് ഓരോരുത്തരെ ഓരോ വഞ്ചിയിലങ്ങ് ആക്കുക. അവര് വെളി ഇറങ്ങിയാലും കുഴപ്പമില്ല. ബെഡ് അങ്ങ് പൊട്ടിച്ചോ. ബെഡ് നമുക്ക് ആവശ്യമുണ്ട്. ഇതെങ്ങനെ വഞ്ചിയിലാക്കണേ? വഞ്ചി താഴെ വെച്ച് കൊടുത്താൽ മതി. താഴെ വെച്ച് കൊടുത്താൽ മതി. കയറിക്കോളും. ഒരുത്ത കയറി ഇരുന്ന് ഇവർക്ക് ആർക്കും വഞ്ചി വേണ്ടാന്ന് ജിറ്റി. ആ വഞ്ചി എടുത്തോ. എന്നില്ലേ അവന്മാരെ വെളിയിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ പിടിച്ചോ. ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചോട്. ഫ്രണ്ടില് മുന്നിൽ വെച്ച് കൊടുത്താൽ മതി. അവളല്ലോ വെക്കണേ. ലെഫ്റ്റ് മൗസ്. അയ്യോ അല്ല റൈറ്റ് ചേക്കിട്ട് ആവള്ള. പോയി എന്റെ റൈറ്റ് ആക്കിട്ട് ആവള്ള ജീവി. വഞ്ചിയിൽ കയറിയാ? ഇല്ലതേ ഞാൻ അതല്ല, അങ്ങനെയല്ല. അയ്യോ വഞ്ചി താഴെ പോയി. അതെടുക്ക്, എടുത്ത് വെച്ചോട്. ഇതേപോലെ കണ്ട, ഇതേപോലെ വെച്ച് കൊടുക്കണം. ഇവര് പൊക്കിട്ടാവള്. ഇവരെന്തോ മറ്റേ കാർട്ടോഗ്രാഫറെ കണ്ടാണ് എന്തോ ട്രേഡിന് എന്തൊക്കെയാ ചോദിക്കണേ. അത് കുഴപ്പമില്ല, നീ അവനെ മുന്നിൽ പോയിട്ട് ചെയ്യാതിരുന്നത്. ഞാൻ ഇത് പൊട്ടിക്കാം. കാർട്ടോഗ്രാഫറിന്റെ പൊട്ടിച്ചിട്ടുണ്ട്. അയ്യോ വഞ്ചി ഇവിടെ താഴെ ഇവിടെ വന്നു. പൊട്ടിച്ചോ. ആ വെയിറ്റ്
അമ്മേ എന്താ എന്റെ പൊന്നെ ആ വഞ്ചി കയറ്റി ജീവി വഞ്ചി കയറ്റി ഇനി എന്താ ചെയ്യണ്ടേ ജീവി അളിയനെ വഞ്ചി കയറ്റി എവിടെ 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 ഒരു മിനിറ്റ് ഞാൻ ഇതിനകത്ത് കുടുക്കിപ്പോയി ജിജി ആ പാടത്തിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ പാടായിരിക്കും. ആ ഇനി കേറിയിരിക്കും ആ ഓക്കെ ജിജി അവിടെ നിൽക്കോ. ഇനി നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോ. അതാണ്ട് ഈ സാധനം ഇല്ലേ ഏതൊരു പോണേ വീട്ടിലേക്ക് വെള്ളത്തിലിറക്കി ഇവനും കൂടെ വരട്ടെ വെള്ളത്തിലോട്ടൊക്കെ ഇറക്കാക്കട്ടെ ജീവിക്ക് വഴി വെട്ടി കൊടുക്ക് ഞാൻ വഴി വെട്ടിക്കൊണ്ടിരിക്കുക. ജിജി അടങ്ങിയില്ലടാ ഇവൻ പുറകെ ഹാന്നൊക്കെ എന്തൊക്കെയോ പറയണ്ടോ ഇത് കരക്കേക്കടെ ഓടിച്ചോണ്ട് പോലെ വഞ്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട് കറങ്ങി അവിടെ കൊണ്ടുവന്ന് പാർക്ക് സ്റ്റേഷനൊക്കെ അതന്നെ ഈ വഴി കറങ്ങി പോകുന്നു തോന്നുന്നു പോവാൻ പറ്റും നമ്മൾ ആ വീട്ടിന്റെ അവിടെ പോയി നിന്നാ മതി. അതെ നമുക്ക് അവസാനം ബ്രീഡർ ഉണ്ടാക്കിയിട്ട് അവന്മാരെ ഇറക്കാം. ഞാൻ ഇവിടെ അങ്ങോട്ട് പറ്റണ്ടതാ തോന്നണോ എന്തായാലും ചുറ്റും വെള്ളമല്ലേ അല്ലെങ്കിൽ തുരക്കും നമ്മള് അത്രേ ഉള്ളൂ. പറ്റും നമ്മള് ഇറങ്ങി ചെല്ലണം നമ്മുടെ വീട്ടിലേട്ടാ പറന്നടിച്ച ഞങ്ങള് തന്നെ തുഴഞ്ഞ് അമ്പലം കാണണ്ട് അമ്പലം കാണാം ജൂബി എത്തിയില്ലേ ഇവിടെ ഇനി ജിബി ജീവി അണ്ണ എന്ത്